എവിടെ കണ്ടാലും എല്ലാവരും ചോദിക്കും, നീ അലൻ ജോസിന്റെ പെണ്ണല്ലേ? ശാരീരികമായി അടുത്തിരുന്നു ഞങ്ങൾ രണ്ടാളും. രാത്രികളിൽ പല സ്ഥലങ്ങളിലും പോയി നിന്നും പല രീതിയിൽ എന്നെ ശാരീരികമായിട്ട് ഒരു വണ്ണമുള്ള ഒരു പെണ്ണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത നേച്ചർ കാര്യങ്ങളും, പിന്നെ വയസ്സ് 39 വയസ്സ്, അതൊക്കെ ഒരു കണക്കിന് മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ബാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പോലീസിനെ പേടിക്കണമല്ലോ. പോലീസ് മറ്റേ പെണ്ണുങ്ങളുടെ വാക്ക് കേട്ട് നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ മറ്റേ ആ സ്ത്രീയോടാണ് എനിക്ക് പറയാനുള്ളത്, ഇവന്റെ എന്ത് സെലിബ്രിറ്റി തേങ്ങ കണ്ടിട്ടാണ് ഈ പറയുന്ന അലൻ ജോസ് പെരേര അടുത്തോട്ട് ഈ പെങ്കുച്ചി ചെന്നത്? ഹായ് ഗൈസ്, അൽത്താഫാണ്. അലൻ ജോസ് പെരേര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അല്ലെങ്കിൽ ചിലർക്കെങ്കിലും അറിയായിരിക്കും. സിനിമ റിവ്യൂ എന്ന പേരിൽ തിയേറ്ററിന്റെ മുമ്പിൽ വന്ന് നിന്നുണ്ട് അങ്ങനെ കിടന്ന് തുള്ളി കളിക്കുകയും അതേപോലെ തന്നെ എന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു യുവാവ്. 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവ്. അദ്ദേഹത്തിന്റെ പല പ്രായങ്ങളും പല പരിപാടികളൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് അദ്ദേഹത്തിന് തോന്നുന്ന രീതിയിൽ ജീവിക്കാം. അദ്ദേഹത്തിന് നിയമം പാലിച്ചാൽ മാത്രം മതി, നിയമപരമായിട്ട് ജീവിക്കാം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരിക്കും അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിമോ കാര്യങ്ങളൊക്കെ അഭിനയിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയുമായിട്ട് ഇയാൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഉമ്മ കൊടുക്കുന്നുണ്ട്. പലപ്പോഴും പലതും നമ്മൾ കാണാറുണ്ട്, ഒരുമിച്ച് നടക്കുന്നു, പല ഇന്റർവ്യൂസിലും വരുന്നു. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം ആ ഒരു ഷോർട്ട് ഫിലിമിലോ വെബ് സീരീസിലോ കൂടെ അഭിനയിച്ച ആ പെൺകുട്ടി ഈ അലൻ ജോസിനെതിരെ ഗുരുതര ആരോപണമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവൻ എന്നെ പല രീതിയിൽ പലയിടത്ത് കൊണ്ടുപോയി ഉപയോഗിച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ളൊരു കാര്യം. അത് ഒരു പേജ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ പേജിന്റെ സ്മാർട്ട് ഫിക്സ് മീഡിയ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം ഞാനിവിടെ വെക്കാം, ആ പെൺകുട്ടിയുടെ. അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആ പേജിൽ പോവുക, അവർക്കാണ് എൻ്റെ ക്രെഡിറ്റ്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാനിവിടെ വെക്കാം. അതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. രണ്ടുപേരും ഭാഗം ഞാനിവിടെ വെക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഇതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ശേഷം എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഈ ഫെമിലിയാരിറ്റിയും അതേപോലെ തന്നെ ഈ പറയുന്ന അലൻ ജോസ് പെരേര ആണെങ്കിൽ പോലും ഈ കിടന്ന് ചാടിയതും കാണിച്ചതും എല്ലാം അദ്ദേഹത്തിന് ഒരുമാതിരി കുഞ്ഞു പിള്ളേരെ പോലെ, അധികം ചിന്താശേഷി ഇല്ലാത്ത ഒരാളുകളെ പോലെ കാണിച്ചു കൂട്ടുന്നതാണ് എന്ന് നമ്മൾ പലരും കരുതുന്നെങ്കിൽ പോലും എന്ത് പറയാ, അയ്യോ ഭാവിയാണ്, അല്ലെങ്കിൽ അദ്ദേഹം സാധുവാണെന്നൊക്കെ തോന്നിച്ച് കാണിച്ചു കൂട്ടുന്നത് ഫെമിലിയാരിറ്റിക്കും റീച്ചിന് വേണ്ടിയാണ് ഉള്ള എല്ലാവർക്കും, മിക്കവാറുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഇവനെ കണ്ടിട്ട് ഇവന്റെ അടുത്തേക്ക് വരുന്ന പെൺകുട്ടികളും പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. ഇവന്റെ എന്ത് കണ്ടിട്ടാണ് ഇവന്റെയൊക്കെ അടുത്തോട്ട് വരേണ്ടത്? ഇവന്റെ എന്ത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് കണ്ടിട്ടാണ് വരേണ്ടത്? ഇവന്റെ എന്ത് വിവരവും ഇവന്റെ എന്ത് ബോധവും കണ്ടിട്ടാണ് ഓരോ പെൺകൊച്ചുങ്ങളും ഇവന്റെ അടുത്തേക്കൊക്കെ വരേണ്ടത്? അത് ഓരോ പെണ്ണും ചിന്തിക്കണം. ഇനിയുള്ള കാലത്തുള്ള പെൺപിള്ളേരെല്ലാം ചിന്തിക്കണം. വെറുതെ ഈ പറയുന്ന റീച്ചോ ഫെമിലിയാരിറ്റോ ഇതൊന്നും അല്ല കാര്യം. ഒരാണിനോ പെണ്ണിനോ റീച്ച് ആവണമെങ്കിൽ ഏത് രീതിയിലും റീച്ച് ആവാം. തുണിയില്ലാതെ റോഡിൽ കൂടെ ഓടിക്കഴിഞ്ഞാലും റീച്ച് ആവാം. അതിനപ്പുറത്തേക്ക് വർഷങ്ങളോളം സിനിമയിലൊക്കെ അഭിനയിക്കാനാണെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ അസിസ്റ്റന്റ് ആയിട്ടും അതേപോലെ തന്നെ പല രീതിയിലും വർക്ക് ചെയ്തിട്ട് എനിക്ക് ഇപ്പോഴും അറിയാം, ലൈറ്റ് ബോയ് ആയിട്ട് പോലും സിനിമയിൽ കയറി പറ്റാനായിട്ട് വർഷങ്ങളോളം നിൽക്കുന്ന ആളുകൾ എനിക്കറിയാം. അപ്പോൾ ചില ആളുകൾക്ക് പ്രിവിലേജ് കൂടുതലായിരിക്കും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു, എനിക്കത് ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല. അതിൽ എനിക്ക് പ്രധാനമായിട്ടൊരു ഗുണം ഉണ്ടായത് എൻ്റെ ബ്രദർ അതിൽ ആയിരുന്നു ഡയറക്ടർ. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ചാൻസ് കിട്ടിയത്. അപ്പൊ എല്ലാവർക്കും ആ ഒരു ചാൻസ് കിട്ടണമെന്നില്ല, ഒരുപാട് വർഷങ്ങളോളം ഓടുന്നവരുണ്ടാവും. പക്ഷെ യൂട്യൂബിൽ വർഷങ്ങളോളം ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ട് വന്നിട്ടാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഒരു ലെവലിലേക്കെങ്കിലും എനിക്ക് നിങ്ങൾ എന്നെ അറിയുന്ന രീതിയിലേക്ക് എത്തിയത്. അപ്പൊ ഓരോരുത്തരും ഓരോ മേഖലയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ സ്ട്രഗിൾ ചെയ്ത് തന്നെ വന്നാലേ ആ വിജയത്തിന് ഒരു മധുരം ഉണ്ടാവത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരുത്തിന്റെ അല്ലെങ്കിൽ ഒരുത്തിയുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസോ അല്ലെങ്കിൽ കുറച്ച് ലൈം ലൈറ്റ് തിളങ്ങി നിൽക്കുന്ന കണ്ടിട്ട് അവർ അതാണെന്ന് കരുതിയിട്ട് അവരിലേക്ക് ചെന്ന് കയറുമ്പോഴത്തേക്കിനും നമ്മൾ പലതും ചിന്തിക്കണം. നമുക്ക് ഈ പറയുന്ന സെലിബ്രിറ്റിയോ മറ്റേതോ മറിച്ചോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കാണത്തില്ല. പക്ഷെ നമ്മുടെ ജീവിതം നമ്മുടേതാണ്. നമ്മൾ ഡിസൈഡ് ചെയ്യണം. എവിടെയെങ്കിലും കൊണ്ട് തൊലച്ചിട്ട് അത് പോയിട്ട് കിടന്നിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ പെൺകുട്ടി പറയുന്ന കാര്യം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന അലൻ ജോസ് പെരേര അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വെക്കുന്നുണ്ട്. പെൺകുട്ടി വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മൾ പല പെൺപിള്ളാരും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ പോലെ റീച്ചിന് പുറകെ ഓടുമ്പോൾ ഏതെങ്കിലും ഒരുത്തന്റെ അല്ലെങ്കിൽ ഒരുത്തിയുടെ ഈ പറയുന്നത് പോലെ എന്തൊക്കെയോ കണ്ട് അവരിതാണ് സോഷ്യൽ മീഡിയയിലാണെന്നുള്ള രീതി വിചാരിച്ചിട്ട് അവരിലേക്ക് ചെല്ലുമ്പോൾ ചിന്തിക്കണം. ഇത് ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എവിടെ കണ്ടാലും എല്ലാവരും ചോദിക്കും, നീ അലൻ ജോസിന്റെ പെണ്ണല്ലേ? ശാരീരികമായി അടുത്തിരുന്നു ഞങ്ങൾ രണ്ടാളും. രാത്രികളിൽ പല സ്ഥലങ്ങളിലും പോയി നിന്നും പല രീതിയിൽ എന്നെ ശാരീരികമായിട്ട് ചെയ്തു കൊണ്ട് നടന്ന ആള്. എന്നോട് ഐ ലവ് യു വരെയും പറഞ്ഞിട്ടുള്ള ഒരാളാണ് അലൻ ജോസ്. ആ ആളാണ് ഇന്നലെ എന്നെ കുറിച്ച് ഈ മോശം പറയുന്നത്. അവനും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചെയ്തു പോയി. ഞാൻ കൊള്ളല്ലാത്ത പെണ്ണാണ്, അങ്ങനെ ഡാഷ് മോളെ എന്നുള്ളൊരു ഒത്തിരി തെറികളും മോശമായിട്ട് എനിക്ക് ഇന്നുവരെ അങ്ങനെ ഞാൻ ആരെയൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ കണ്ടല്ലോ, ഇതിൽ അവസാനം ഈ പെൺകുട്ടി പറയുന്നുണ്ട് അവൻ എന്നോട് ഐ ലവ് യു ഒക്കെ പറഞ്ഞാണെന്ന്. ഒരു പക്വതയും ഇല്ലാത്ത രീതിയിൽ ഇവർക്ക് ഈ പറയുന്ന അലൻ ജോസ് പെരേരയെക്കാട്ടി പ്രായമുണ്ട്. അവർക്ക് അതിൻ്റെതായ പക്വതയും ബോധവും ഒക്കെ ഉണ്ടാവണം. ഇതെല്ലാം ഉപരി ഇവർ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഈ അലൻ ജോസ് പെരേര ഈ പെൺകുട്ടി എല്ലാം കൂടെ ഇതിനൊരു റീച്ച് കൊടുക്കാനായിട്ട് ഇവരെ ഈ നാളെ വന്നിട്ട് ഇവരെല്ലാം മാറ്റി ഞങ്ങൾ ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി പറഞ്ഞാണെന്ന് പറയാനും
സാധ്യതയുണ്ട്. നമുക്ക് പറയാൻ പറ്റത്തില്ല. അവർ റീച്ചിന് വേണ്ടിയിട്ട് അവൻ കിടന്ന് ചാടുന്നതൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഓക്കെ, ഓരോരുത്തർ ഇഷ്ടമാണ്, റീച്ച് ഉണ്ടാക്കിക്കോട്ടെ. പക്ഷെ ഇതൊരു ഗുരുതര ആരോപണം തന്നെയാണ്. സ്ത്രീ ഇങ്ങനെ എന്ന് പറയുമ്പോൾ ആ സ്ത്രീയോടാണ് എനിക്ക് പറയാനുള്ളത്, ഇവന്റെ എന്ത് സെലിബ്രിറ്റി തേങ്ങ കണ്ടിട്ടാണ് ഈ പറയുന്ന അലൻ ജോൺസ് പെരേരയുടെ അടുത്തോട്ട് ഈ പെങ്കൊച്ച് ചെന്നത്? അവൻ സെലിബ്രിറ്റിയാണ്. ആറാട്ടണ്ണനും ഇവനുമായിട്ട് നടക്കും. ആറാട്ടണ്ണൻ ഇതിനകത്തില്ല, അയാൾ ഇതിനകത്ത് വലിച്ചു കഴിക്കുന്നില്ല. ഈ അലൻ ജോസ് പെരേര എന്ന് പറയുന്ന കൃത്യമായിട്ട് വായിന്ന് നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും ഇവൻ അറിയത്തില്ല. ഈ ബോധവും പൊക്കണവും ഇല്ലാത്ത ഇവന്റെയൊക്കെ എടുത്തോട്ട് എന്തോ കണ്ടിട്ടാണ് ഈ പെമ്പിള്ളാർ ചെന്ന് കയറി കൊടുക്കുന്നത്. അവന്റെ കൂടെ നടക്കുന്നത്, അവന്റെ കൂടെ കെട്ടിപ്പിടിക്കുന്ന, ഉമ്മ കൊടുക്കുന്നൊക്കെ പുറത്ത് നിങ്ങൾക്കെല്ലാം ഒരു ഭാവിയുള്ളതല്ലേ? എനിക്ക് അവന്റെ ഇന്റർവ്യൂ കണ്ട സമയത്ത് മനസ്സിലായത് ഈ പെങ്കൊച്ച് ഇവര് രണ്ടുപേരും ഇരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു, സംസാരിക്കുന്നു, കല്യാണത്തെ പറ്റി വരെയൊക്കെ ചോദിക്കുന്നു, നിങ്ങൾ കല്യാണം കഴിക്കുമോ, ഇഷ്ടമാണോ? അപ്പൊ അന്ന് ആ പയ്യൻ പറയുന്നുണ്ട്, അലൻ ജോസ് പെരേര പറയുന്നുണ്ട്, ഞങ്ങൾ അമ്മ കല്യാണം അങ്ങനൊന്നും അല്ല. പെങ്കൊച്ച് അവര് വളരെ കൂളായിട്ട് സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കുന്ന, ഒരു പെങ്കൊച്ച് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇവന് എന്തൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഈ സാധനമൊക്കെ ഇടുന്നില്ലേ, കെട്ടിപ്പിടിക്കുമ്പോൾ കൊടുക്കുന്നൊക്കെ, ഇത് പുറത്തു വരും നിങ്ങൾക്ക് അറിയത്തില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരാളുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത്, ഇവരുമായിട്ട് കണക്ഷൻ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ ഇവനൊക്കെ എന്തോരം പക്വതയുണ്ട്, എന്തോരം ബോധമുണ്ട്? ഒന്നുമില്ലെങ്കിൽ ഈ അലൻ ജോസിനെ കാട്ടിയിട്ട് കുറച്ചുകൂടെ ഒക്കെ നിങ്ങൾ, എനിക്ക് തോന്നുന്നു, ലോകം കണ്ടവരാണ്, നിങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. എന്നിട്ട് ഇവർ പറയുന്നുണ്ട്, ഇത് വീഡിയോയുടെ ഫുൾ ഭാഗത്ത് പറയുന്നുണ്ട്, വാടക പോലും കൊടുക്കാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ഇതിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് കാശ് പോലും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാണ് പിന്നെ ഇവരോട് എന്തിനാണ് തുടർന്നത്? ഇവരൊക്കെ ഈ തരത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പരസ്യമായിട്ട് വരെ ഈ പറയുന്ന ഒരു കിസ്സും ലിപ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആദ്യം ഞാൻ കുറ്റം പറയുന്നത് ഈ പെമ്പിള്ളാരെ തന്നെയാണ്. ഇത് ഈ ഒരു സ്ത്രീ അല്ല, ഈ പല പെമ്പിള്ളാരെയും സെലിബ്രിറ്റി സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് ഓടുന്ന, ഞാൻ ഇപ്പോഴും പറയട്ടെ, എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ളത് വെട്ടി തുറന്ന് പറയും. മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു ഞാൻ നോക്കാറില്ല. അത് പക്ഷേ ചിലർക്ക് അത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടും. പക്ഷെ എനിക്ക് മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന ഇഷ്ടമല്ല. എൻ്റെ ഉമ്മച്ചാടെ ഒരു രീതിയാണ്. എൻ്റെ ഉമ്മ എന്ന് പറയുന്നത് പറയാനുള്ളത് പറയും, ആരോടാണെങ്കിലും വെട്ടി തുറന്ന് പറയും. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറയും. എൻ്റെ ഒരു രീതി അത് തന്നെയാണ്. ശുദ്ധമായിട്ടുള്ള വിവരക്കേടാണ് പലരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ കാണാൻ, കുറച്ച് നാൾ മുമ്പൊക്കെ എന്ന് പറഞ്ഞ പെമ്പിള്ളാര് വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ ഫുള്ള് കവർ ചെയ്യുന്ന ഡ്രസ്സാണെങ്കിൽ ഇന്ന് പലപ്പോഴും ഈ സാമാനം കുറച്ചുകൂടെ താന്നിട്ട് ഇവിടെ നല്ല രീതിയിൽ വെട്ട് കാണിക്കും. അതുപോലെ തന്നെ തുണിയുടെ അളവ് നല്ലോണം കുറയ്ക്കും. എന്തിനാണ്? റീച്ചിന് വേണ്ടി, അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് കണ്ടാത്തറ ഇൻസ്റ്റാഗ്രാം ഇങ്ങോട്ട് എടുത്തിട്ട് ആ സെർച്ച് എന്ന് പറയുന്ന ഭാഗം നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക, അതിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ നോക്ക്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറ, അവിടെ വന്ന് കിടക്കുന്ന ഫോട്ടോസ്, അവിടെ വന്ന് കിടക്കുന്ന വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള രീതിയിലുള്ളതാണോ? അപ്പൊ പെണ്ണിനെ തന്നെ പലപ്പോഴും പലയിടത്തും മാർക്കറ്റ് ചെയ്യാനായിട്ടാണ് അവരവർ തന്നെ ശ്രമിക്കുന്നത്. എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരു വിഭാഗം ആളുകളെ അതിലേക്ക് ഈ പറയുന്ന റീച്ചിന് വേണ്ടിയിട്ട്, അവന് റീച്ച് ഉണ്ട്, ഈ പറയുന്ന റീച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെന്ന് കയറി കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ തന്നെ, ഇവന്റെയൊക്കെ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയത്തില്ല ഇവനൊക്കെ എന്തോരം സംസാരത്തിൽ തന്നെ എന്ത് പക്വതയുണ്ടെന്ന്. അവന്റെ അടുത്തേക്ക് ചെന്ന് കയറി തന്നെ ഏറ്റവും വലിയ തെറ്റ്. ആ പെങ്കൊച്ച് ചിലപ്പോൾ സിനിമയിൽ അഭിനയിക്കുക, അല്ലെങ്കിൽ ഒരു ആഗ്രഹമൊക്കെ കൊണ്ടായിരിക്കും. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് വലിയ ആരോപണം പറയുന്നത്. ഒരു സംവിധായകനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഫുൾ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ആദ്യമേ മനസ്സിലാക്കി നിങ്ങൾക്ക് 1-2 ദിവസം കൊണ്ട് തിരുത്തി, 2 ദിവസം കൊണ്ട് ഓടിപ്പോണ്ട കേസായിരുന്നു ഇവന്റെയൊക്കെ കാര്യത്തിൽ. ഇത് നിങ്ങൾ പിടിച്ചു നിന്നത്, അല്ലെങ്കിൽ പിന്നെയും അത് നിങ്ങൾ തുടർന്നത്, അത് ഏറ്റവും വലിയ തെറ്റെന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായിട്ട് മൂവ് ചെയ്യണം. ഏതവനാണെങ്കിലും നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യണം. പക്ഷെ ഇവിടെ രണ്ടാളുടെ ഭാഗത്തുനിന്നും ആളുകളും പറയുന്നതിൽ എന്തോ ഫ്രോഡത്തരമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി അലൻ ജോസ് പെരേരയുടെ ഇതിന്റെ ഒരു റിപ്ലൈ ഒരു വീഡിയോ വരുന്നുണ്ട്. ഒരു തരത്തിലും പക്വതയില്ലെന്നും ഒരു തരത്തിലും ബോധമില്ലെന്നും, സംസാരിക്കാൻ ബോധമില്ലെന്നുള്ളത് അവന്റെ കണ്ടാൽ തന്നെ അറിയാം. അവന്റെ ആ സംസാരം കണ്ടാൽ നമുക്കറിയാം. ഇതിനു മുമ്പ് പറഞ്ഞത് വെളുത്ത പെണ്ണിനെ വേണം, അങ്ങനെ ഇങ്ങനെ. ഇപ്പൊ ഇതിലും ഈ പെങ്കൊച്ചിനെ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിൽ വണ്ണമുള്ള പെണ്ണ്, തടിച്ച പെണ്ണ്, പ്രായമുള്ള പെണ്ണ്, ഒരു വിവരവും ഒരു ബോധവും ഒരു പൊക്കണോ ഇല്ലാത്തൊരു മക്കുണാപ്പൻ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. എനിക്കൊരു മടിയില്ല പറയാൻ. ഇവനെയൊക്കെയാണ് പെമ്പിള്ളാർ കണ്ടിട്ട് സെൽഫി എടുക്കാൻ ചെല്ലുന്നത്, അത് എടുക്കാൻ ചെല്ലുന്നത്, ഇവർ എടുക്കാൻ ചെല്ലും. ഇവനെയൊക്കെ വീഡിയോ എടുക്കാൻ ചെല്ലുന്നുണ്ട് കുറെ മീഡിയക്കാര്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മീഡിയ കാണാൻ ആളുകൾ ഇരിക്കുവാണ്, അതുകൊണ്ട് മീഡിയക്കാർ ഇവന്റെ അടുത്ത് ചെല്ലുന്നത്. അതിനപ്പുറത്തേക്ക് ഇവനെയൊക്കെ ഒരു എന്താ പറയാ, ഒരു കോമഡിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇതൊരു ഫണ്ടിന് വേണ്ടി മാത്രമാണ് ചേർന്ന് തുള്ളുന്നതും എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം കൊടുക്കുന്നത്. ഇവന്റെ അടുത്തേക്ക് ആളുകൾ നിന്ന് നിങ്ങൾ ഭയങ്കര സൂപ്പറാണ്, നല്ല റിവ്യൂ, ഇവൻ എന്ത് റിവ്യൂ പറയുന്നത്, ഇവൻ എന്ത് തേങ്ങയാ പറയുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കടക്കണം ചാടി, അങ്ങനെ ഇങ്ങനെ ചാടി, മറ്റേ മറിച്ച് അവിടെ ജ്യോതിഷപരമായ ഒരു തവണ വന്ന് പറഞ്ഞു ഇവനൊക്കെ ഈ കാണിച്ചു കൂട്ടുന്ന ഈ തുള്ളിക്കളിക്കൊക്കെ എന്താന്ന് അവള് പറഞ്ഞ കറക്റ്റ് കാര്യം. എന്തുവിനീ കാണിച്ചു കൂട്ടുന്നത്? അന്ന് വീഡിയോ എടുക്കുന്നു, കുറെ പേര് തുള്ളിക്കളി അതും കാണുമ്പോഴത്തേക്കിനും ആ ആറാട്ടെണ്ണം പിന്നെയും പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, വ്യക്തമായ കാര്യങ്ങൾ പറയും. ഇവൻ എന്ത് തേങ്ങ അറിഞ്ഞിട്ടാ, എനിക്ക് 23 വയസ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം, ഇവന്റെ വീഡിയോ കാണിച്ചു തരാം. പറയുന്നതിൽ പൂർണ്ണമായിട്ട് അവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ, ക്യാമറയ്ക്ക് നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് പറയുന്ന വിവരക്കേടുകൾ. പല പെമ്പിള്ളാരെയും ഇതുപോലെ വിളിച്ചിട്ട് റോഡിൽ പിടിച്ച് കിസ് ചെയ്യുക, അതേ ചെയ്യുക. എന്നിട്ട് ഇവൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് നോക്കുക, അതിനുശേഷം നിങ്ങൾ സംസാരിക്കുക. ഇവര് രണ്ടുപേരും പറയുന്ന ഭാഗത്തിൽ ശരിയുണ്ടോ? 23 വയസ്സുള്ള കുണുവാവയാണ്, അവൻ കിസ് ചെയ്ത് അവനെ പിടിച്ച് നിർബന്ധിച്ച് കെട്ടിപ്പിടിച്ച് കിസ് ചെയ്തതാണ്. അതുപോലെ തന്നെ പലതവണ ഈ പെങ്കൊച്ച് അവനെ അങ്ങോട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം. ഈ പെൺകുട്ടി ഞാൻ കേൾപ്പിച്ചു തരാം, നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രം സംസാരിക്കും. ഞാനിതിൽ സംസാരിക്കുന്നതിലുപരി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതും
സാർക്ക് ലൈവിൽ വന്ന ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അവർക്കാണ് ഫുൾ ക്രെഡിറ്റ്. അവരുടെ ചാനലിൽ പോയാലും അവരുടെ പേജിൽ പോയി നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് പറ്റും. നിങ്ങൾ ആ ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്, കണ്ടു നോക്കുക. അവന്റെ ആ ഒരു റിപ്ലൈ കൊടുത്തത്. പെണ്ണിനെ ഇഷ്ടമില്ലാതെ കെട്ടാൻ പറ്റില്ലല്ലോ. പിന്നെ വണ്ണമുള്ള ഒരു പെണ്ണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത നേച്ചർ, കാര്യങ്ങളും പിന്നെ വയസ്സ് 39 അതൊക്കെ ഒരു കണക്കിന് മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഭയക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പോലീസിനെ പേടിക്കണമല്ലോ. പോലീസ് മറ്റേ പെണ്ണുങ്ങളുടെ വാക്ക് കേട്ട് നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ മറ്റേ മാത്രം ഒരു പേടിയുണ്ട്, ഇത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മളെ ഷോർട്ട് ഫിലിമില് നായികയാക്കി വെച്ചാണ് അലിയേട്ടന്റെ ഡാൻസ് ചെയ്യില്ല. അപ്പൊ നമ്മള് ഷോർട്ട് ഫിലിം കഴിഞ്ഞ് അടുത്ത എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ പുതിയ നായികമാരും അഭിനയിക്കാൻ വന്നപ്പോൾ അവള് പറഞ്ഞ് വേറെ ആരും കൂടെ അഭിനയിച്ച് കഴിഞ്ഞാൽ നിന്റെ കയ്യിൽ പീഡന കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിപ്പെടുത്തി. കല്യാണം കഴിക്കണം, ഒളിച്ചോടി പോകണം, 10 ലക്ഷം രൂപ തരാം, സ്ത്രീധനായിട്ട് കാറ് തരാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനതിൽ വീടില്ല. ചെയ്യാത്തതുകൊണ്ട് കേസ് കൊടുക്കുന്നു. പറഞ്ഞ പെണ്ണാണ്, നിനക്കെതിരെ എല്ലാം ചെയ്യും, പണ്ട് ദിലീപേട്ടൻ കുടുങ്ങിയ പോലെ നീ കുടുങ്ങുന്നു പറഞ്ഞു. സെക്സ് പോയിട്ട് ഒരു ശാരീരികമായിട്ട് ഒരാളോട് അടുത്തിട്ടില്ല. അവള് പലതും ഓപ്പണായിട്ട് എന്നെ പ്രലോഭനത്തിനായിട്ട് പെണ്ണുങ്ങൾക്ക് ഉള്ള രീതി ഉണ്ടല്ലോ, പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഓപ്പണായിട്ട് കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാനത് ലേക്കാൻ പോയിട്ടില്ല. എനിക്ക് 23 വയസ്സ് മാത്രം പ്രായമുള്ളൂ. അപ്പൊ അതിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യം എനിക്ക് ഇപ്പോഴേ അതൊന്നും കാണേണ്ട ആവശ്യമില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ അവളായിട്ട്. പിന്നെ അത് ശാരീരികമായിട്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ മോശമായിട്ട് കാണിക്കുമ്പോൾ. അടുപ്പൊന്നുമില്ല. അവള് മറ്റേ പ്രലോഭനത്തിൽ പെടുത്താനൊക്കെ നോക്കി, ഞാൻ ആ പ്രലോഭനത്തിൽ വീടില്ല മാത്രമേ ഉള്ളൂ. അവള് ഇങ്ങനെ സെക്ഷലായിട്ട് അവള് മറ്റേ ഇങ്ങനെ കാര്യങ്ങൾ പറയുക, എന്നെ കൊണ്ട് നിർബന്ധിച്ച് ലിപ് ലോക്ക് ചെയ്യിപ്പിക്കാനൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് പലപ്പോഴും. 2.5 വിളിച്ച് ലിപ് ലോക്ക് ഒക്കെ എന്നോട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് വന്നിട്ടുണ്ട്. അല്ലാണ്ട് ശാരീരികമായിട്ടുള്ള സെക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടല്ലോ. അതിൽ ഈ പെങ്കൊച്ചിനെ ബോഡി ഷെയിം ചെയ്യുന്നുണ്ട്. ഇത്ര നാൾ കെട്ടിപ്പിടിച്ച് ഉമ്മ എടുത്ത് നടന്നതാണ്. എന്നിട്ട് ഈ കുണുവാവ 23 വയസ്സ് മാത്രമേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ക്യാമറയിൽ വ്യക്തമായിട്ട് നോക്കുന്നില്ല. പറയുമ്പോൾ ഫ്രോഡ് തരമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അവന്റെ ഫ്രോഡ് പരിപാടി. പിന്നെ പൂർണ്ണമായിട്ട് രണ്ടുപേരും വിശ്വസിക്കാൻ പറ്റത്തില്ല. രണ്ടുപേരും ജെന്യൂൻ ആണെന്ന് ഞാൻ പറയുന്നില്ല, രണ്ടുപേരും വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ തുറന്നു പറയണം, എനിക്കൊരു ഇതും തോന്നുന്നില്ല. പിന്നെ ഇവനെ പോലുള്ളവനോടൊക്കെ ഇവനെയൊക്കെയാണ് ആദ്യം നമ്മൾ ഉപദേശിച്ച് റെഡിയാക്കണം. എന്ത് ചെയ്യാൻ വീട്ടിലുള്ള ഉപദേശിക്കണം. പക്ഷെ വീട്ടിലുള്ളവർ ഇവന് സപ്പോർട്ടാണ്. അപ്പൊ ഇതിനെയൊക്കെ മാധ്യമത്തിൽ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, ഗുരുതര ആരോപണങ്ങൾ ഇവനെതിരെ വരുമ്പോൾ ഇവൻ വന്നിരുന്ന് പറയുന്ന ആ പെങ്കൊച്ച് ഇവനെ പലതവണ പ്രലോഭിപ്പിച്ചിട്ടുണ്ടെന്ന്. പ്രലോഭനത്തിൽ വീഴാൻ ഇവന് വെറും 2 വയസ്സുള്ള കുഞ്ഞാണ് ഇവൻ. ഇവന് 23 വയസ്സുണ്ടെന്ന് പറയും. 23 വയസ്സിൽ ചെറിയ പ്രായമൊന്നുമല്ല. 23 വയസ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് 23 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇവന്റെ സംസാര രീതി അങ്ങനെ ആയിരിക്കാം. പക്ഷെ അതൊരു പക്വത ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടത് ഇവന്റെ ചുറ്റുപാടുള്ള ആളുകളാണ്. ഇവൻ ഈ രീതിയിലേക്ക് സംസാരിക്കും. ഇവൻ മാത്രം മണ്ടരം പൊട്ടനൊന്നും ആയിട്ടൊന്നുമല്ല. അത് ഈ രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സോഷ്യൽ മീഡിയ കടന്ന് ഈ ചാടാനും അതേപോലെ തന്നെ പല കാര്യങ്ങളും സംസാരിക്കാനും ഇതേപോലെ കെട്ടിപ്പിടിക്കാനും ഇതേപോലെ എല്ലായിടത്തും കിടന്ന് ഉമ്മ വെക്കാനും ഒക്കെ ആ ബോധമെല്ലാം ഈ പറയുന്നവന് ഉണ്ട്. അവൻ അങ്ങനെ തന്നെ ഞാൻ പറയും. കാര്യം ഇത് പല തോന്നിവാസങ്ങൾ ഈ പറയുന്ന കൂട്ടി ഇന്റർവ്യൂ പോലെ അവിടെ ഇവിടെ രണ്ടുപേരുടെ വന്നിരുന്ന് കാണിച്ചത്. അപ്പൊ രണ്ടുപേരുടെ ഭാഗത്ത് തുല്യമായിട്ടുള്ള തെറ്റുണ്ട്. എന്നിട്ട് ഈ ഒരു വീഡിയോയിൽ പൂർണ്ണമായിട്ട് ആ പെങ്കൊച്ചിനെ പല കാര്യങ്ങളും കുറ്റപ്പെടുത്തി, ഇത്ര നാൾ ഒരുമിച്ച് നടന്നിട്ട് കുറ്റപ്പെടുത്തി അത് ഇതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേക്കിനും ക്ലാരിഫിക്കേഷൻ വ്യക്തമായിട്ട് വരുത്താൻ കഴിയണം. എങ്കിൽ മാത്രമേ ഏത് അലൻ ജോസ് പെരേരയാണെങ്കിലും ഏത് മറ്റവനാണെങ്കിലും സംസാരിക്കാൻ പാടുള്ളൂ. 23 വയസ്സാണെങ്കിൽ പറയാം പോലീസ് പിടിച്ചിടിക്കുന്ന പേടി ഒരു സംശയമില്ല. ആ കാര്യത്തിൽ കേരള പോലീസ് സ്ട്രോങ് ആണ്. അവർ ഇടിക്കുകയോ പിടിക്കുകയോ എന്നുള്ള കാര്യമല്ല. അത് നീ പുറത്തു പോലും അറിയത്തില്ല. ഒരു പാട് പോലും വരാതെ അവർ ഡീൽ ചെയ്യും. എൻ്റെ അടുത്ത് ഇടി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ പരിപാടിക്ക് നടക്കാത്തതുകൊണ്ട് നമുക്കത് കിട്ടിയിട്ടില്ല. പക്ഷേ അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അവർ ഇടിക്കുകയാണോ തലോട് വേണോ എന്നൊക്കെ ഉള്ളത് മക്കൾക്ക് പതുക്കെ അറിയാം. പക്ഷെ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിനും ഇത് ഞങ്ങളുടെ പ്രൊമോഷൻ ആയിരുന്നു, ഇത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തായിരുന്നു എന്നുള്ള രീതിയിൽ വരാതിരുന്നാൽ മതി. പക്ഷെ വരുമെന്നുള്ളത് ഏകദേശം ഒരു 90% അതിൽ ഉറപ്പ് അവരങ്ങ് ഒന്നിച്ചിട്ട്. അതുകൊണ്ട് കാരണം ഇവർക്ക് എല്ലാവർക്കും റീച്ച് എന്ന് പറയുന്ന സാധനമാണ്. അതുകൊണ്ട് പെൺകുട്ടി, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമുള്ളൂ, ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഇതിന്റെ പേരിൽ പോകരുത്. നമുക്ക് കൂലിപ്പണി എടുത്താലും ജീവിക്കാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. അതിന് ഇങ്ങനത്തെ ഇല്ലെങ്കിൽ അതുപോലത്തെ സംവിധായകരും അതുപോലത്തെ നല്ല നല്ല ആളുകളുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കാത്ത, അവരും ചോദിക്കാത്ത. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ഞാൻ നേരത്തെ ജ്യോതി ശിവരാമൻ എന്ന് പറയുന്ന എന്റെ സുഹൃത്തിനെ മെൻഷൻ ചെയ്തു. വർഷങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്യാണ് സിനിമയിൽ. അവള് ഓരോ വേഷങ്ങളും ചെറുതും അതൊക്കെ ചെയ്യാനായിട്ട് ഒരു തരത്തിലും മോശം രീതിയിൽ അവൾ പോയിട്ടില്ല. അറിയാമോ? എനിക്കറിയാവുന്നതാണ്. അപ്പോൾ അത് ചിന്തിക്കുക. അല്ല അഡ്ജസ്റ്റ്മെന്റിനും മറ്റേ മറിച്ചും ചിന്തിച്ച് ഏതെങ്കിലും ഒരുത്തിന്റെ റീച്ച് കണ്ടിട്ട് അവന്റെ തോളെ കയറി മറ്റേത് മറിച്ചതും പോകുന്നത് ഒരിക്കലും നല്ലൊരു രീതിയല്ല. അത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ഭാവി ബോധത്തെ മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ പെൺകുട്ടിയോട് പറയാനുള്ളത്. പിന്നെ ഈ അലൻ ജോസ് പെരേര എന്ന് പറയുന്നവനോട് എനിക്ക് പറയാനുള്ളത്, ഇതിനു മുമ്പും വെളുത്ത പെണ്ണ് കറുത്ത പെണ്ണ് എന്നുള്ള പരാമർശം, ഒരു ബോധമില്ലാത്ത പരാമർശം. നിനക്ക് 12 വയസ്സല്ല ഉള്ളതെന്ന് സുഹൃത്തെ നിങ്ങൾ മനസ്സിലാക്കുക. 23 വയസ്സെന്ന് പറയുന്നത് ചെറിയ പ്രായമൊന്നുമല്ല. ആ പ്രായത്തിൽ ഇവിടെ പല കുട്ടികളും എന്താ പറയാ
ഏൺ ചെയ്ത് സ്വന്തം കാര്യം ജീവിക്കുന്നുണ്ട്, അവന് ജോലി പോലും ചെയ്യാൻ പറ്റുന്നത്, അത് ഇതൊക്കെ അവന്റെ ഇഷ്ടമാണ്, അവർ അപ്പം കൊടുക്കുന്നുണ്ടായിരിക്കും, അവന് ജീവിക്കാം. പക്ഷെ ഗുരുതര ആരോപണം വരുമ്പോൾ ഇത് നിയമപരമായിട്ട് മുന്നിലേക്ക് പോവുക ചെയ്യണം. ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രം ചർച്ചയുള്ള കാര്യമല്ല. അവൻ കുറെ ഇന്റർവ്യൂ കൊടുക്കുന്നതിന് ഇന്റർവ്യൂ കൊടുക്കും, അവിടെ അവന് റീച്ച്, കേസ് കൊടുക്കും, കുറെ ഇന്റർവ്യൂ കൊടുക്കും. അതിനെപ്പോലും ഒരു ബോധത്തോടെ ഒരു പക്വതയോടെ ഡീൽ ചെയ്യാൻ അറിയാത്തതല്ല, അഭിനയം എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ജീവിതത്തിൽ അഭിനയിച്ച് നമ്മളെ കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിൽ കൃത്യമായ നിയമ നടപടി ഉണ്ടാവണം, അത് നമുക്ക് ഫോളോ അപ്പ് ഉണ്ടാവുക തന്നെ ചെയ്യും. ആരുടെ ഭാഗത്ത് ശരിയുണ്ട് അവരുടെ ഭാഗത്ത് ശരി നിൽക്കും. പക്ഷെ ഇതിൽ കൂടുതലും ഫ്രോഡ് തരമാണ് രണ്ടുപേരുടെ ഭാഗത്ത് തോന്നുന്നത്. ആ ഫ്രോഡ് തരത്തിൽ ഇച്ചിരി കുറവുള്ളവർ അവർ ഇച്ചിരി ശരിയായിരിക്കും, അപ്പൊ അവരുടെ ഭാഗത്ത് നിൽക്കും. പിന്നെ ഈ റീച്ചിന്റെ പുറകെ ഓടുന്നവരെല്ലാം മനസ്സിലാക്കിയിരിക്കുക, ഇവരെയൊക്കെ കണ്ട് മനസ്സിലാക്കിയിരിക്കുക, ഇവരൊക്കെ എന്ത് തേങ്ങയും എന്ത് തേങ്ങാക്കൊല എന്ത് മാങ്ങാണ്ടിയും കണ്ടിട്ടാണ് ഇവരൊക്കെ കൂടെ പോകുന്നതെന്നും കൂടെ ഒരിക്കലും കൂടി മനസ്സിലാക്കണം. നമ്മുടെ ജീവിതമാണ്, ഒറ്റ ലൈഫേ ഉള്ളൂ. അത് ഈ പറയുന്ന സെലിബ്രിറ്റി മറ്റവരൊക്കെ എന്തെങ്കിലും തേങ്ങ കണ്ടിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പുറമെ ഈ പറയുന്ന വീഡിയോയിൽ 10-5 മിനിറ്റ് വന്ന് കാണിക്കുന്ന തോന്നിവാസങ്ങളോ അല്ലെങ്കിൽ ചാട്ടങ്ങളോ കൂത്തോ കണ്ടിട്ട് അവരാണെല്ലാം സൂപ്പർ എന്ന് കരുതി പോരുത്. അവരുടെ ലൈഫ് എന്ന് പറയുന്നത് വലിയൊരു സാധനം, 24 മണിക്കൂറിലുള്ള ഡെയിലി കടന്നു പോകുന്ന ഒരു സാധനമാണ്. അതിൽ ഈ പറയുന്ന 10 മിനിറ്റ് ഒരിക്കലും ഒരാളെയും നമ്മൾ മനസ്സിലാക്കരുത്. പിന്നെ ഇതിൽ ഒരുപാട് പാളിച്ചകൾ തോന്നുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കി മുന്നിലേക്ക് പോകാം. ഇത് പുറത്തേക്ക് കൊണ്ടുവന്ന ഈ 2 പേജുകൾക്കും എന്റെ നന്ദി. വൈൻഡപ്പ് ചെയ്യുന്ന വെച്ചാൽ സൈനിങ് ഔട്ട്.